ഹായ് ഓൾ, എല്ലാവർക്കും സാസ് പാരഡൈസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സജിത. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ആദ്യമേ ഞാൻ ചെയ്യുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ്. കസ്റ്റമേഴ്സിന് ഇതിൽ റെഫറൻസ് ഉണ്ടായിരുന്നു കഴുത്തിൽ കുറച്ച് വർക്ക് വേണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് കഴുത്തിൽ ആണെങ്കിൽ ഇവിടെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കട്ട് ബീഡ്സും സ്റ്റോൺ ചെയിനും പിന്നെ പേളിൻ്റെ കുറച്ച് ബീഡ്സും ആണ് എടുക്കുന്നത്. അടുത്ത് ഇതുപോലത്തെ ഒരു കങ്കൂസാണ് ഞാൻ ഇവിടെ സ്റ്റിച്ചിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം കുറച്ച് കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ തുണിയുമായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് ഒരു നോട്ടിട്ട് സെക്യൂറാക്കി കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ നല്ല സെക്യൂർ ആയതിനു ശേഷം കട്ട് ബീഡ്സ് എടുക്കുക. കട്ട് ബീഡ്സ് എടുത്ത് നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനുമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. ഓരോ കട്ട് ബീഡ്സ് ആയിട്ടാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ആ ലൈന് ഫുള്ള് നമുക്ക് ഈ കട്ട് ബീഡ് ഉപയോഗിച്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റോൺ ചെയിൻ വെച്ച് അതൊന്ന് അടുത്ത ലൈന് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ B7000 എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ആ ഗ്ലൂ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. അതിന് ശേഷം സ്പ്രെഡ് ആവാത്ത രീതിയിൽ തന്നെ നമുക്കിത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാനും പറ്റും കേട്ടോ. ഞാൻ ഇവിടെ പിന്നെ ഇങ്ങനെ വച്ചതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം കൊടുത്തതുപോലെ തന്നെ കട്ട് ബീഡ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു ലൈൻ കൊടുക്കുകയാണ്. അങ്ങനെ ആ ലൈന് നമുക്ക് ക്ലോസ് ചെയ്തിരിക്കണം. അതിനുശേഷം ഇതുപോലെ വീണ്ടും കട്ട് ബീഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈന് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ മോഡലിൽ. അതിനുശേഷം നമ്മൾ ഇതുപോലെ പേളാണ് എടുത്തിരിക്കുന്നത്. ആ പേള് എടുത്ത് നമ്മൾ ഇനി ഇത് അതിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അവിടെ ഗ്യാപ്പ് വരുന്ന ഭാഗം ഫില്ല് ചെയ്യാനാണ് ഞാൻ ഈ പേൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് വന്നു. അതിനുശേഷം ഈ സിംഗിൾ പ്രഷർ ഫുഡിട്ട് നമ്മൾ കഴുത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ലൈനിങ്ങും നല്ല പീസും വെച്ച് നമ്മൾ അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ സാവധാനം പതുക്കെ വേണം അടിച്ചെടുക്കാൻ. കാരണം നമുക്ക് പുറത്ത് മുത്തൊക്കെ ഉള്ളത് കൊണ്ട് അത് പൊട്ടാൻ നല്ല രീതിയിൽ അടിച്ചെടുക്കാനാണ് നമ്മൾ സിംഗിൾ പ്രഷർ ഫുഡ് ഉപയോഗിച്ച് പതുക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇതായിരിക്കും കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ആക്കി പീസ് കട്ട് ചെയ്ത് കഴുത്തിൻ്റെ ഭാഗം മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നൂത്തെടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു ഔട്ട്ഫിറ്റ് കിട്ടും. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം കയ്യിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കുറച്ച് ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേസ് വേണ്ട, ബീഡ്സ് മതിയെന്ന്. അങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഇതുപോലെയാണ്. അപ്പോൾ ഈ ക്രോപ്പ് ടോപ്പും വർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.